ബറാബാസിനെ അവന്റെ മടയിൽ കയറി തീർക്കാൻ വന്നിരിക്കുന്നു. നിന്നെയൊക്കെ ഈ ജെറുസലേമിൽ നിന്ന് ഓടിച്ചിട്ടേ ഞാൻ വിശ്രമിക്കൂ. കള ഇവനെ എവിടെയെങ്കിലും. എവിടെ നിന്റെ കൂട്ടത്തിലുള്ളവർ? നിർത്ത. ഹാമാൻ, ആ വൂത് എവിടെ പോയി കിടക്കുക? നീ ഇതിന്റെ മൂർച്ച ഒന്ന് കൂട്ട്. ഞാനൊന്ന് കിടക്കട്ടെ. ബറാബാസ്, ബറാബാസ്. ആ മഗ്ദലനക്കാരി മറിയം, നീ ഇപ്പൊ എന്താ ഇവിടെ? ഇരിക്കെ. പിന്നെ ഞാൻ അറിഞ്ഞു നിന്റെ വിശേഷങ്ങളൊക്കെ. നിന്നെ എല്ലാവരും കൂടി കല്ലെറിയാൻ പോയതും ആ നസ്രായൻ രക്ഷിച്ചതും. നിങ്ങളൊക്കിപ്പോ അവന്റെ പുറകെയാണല്ലോ. നീ പറഞ്ഞതൊക്കെ ശരിയാണ്. എന്നെ തെറ്റുകാരാക്കിയവർ തന്നെ അതേ കുറ്റത്തിന് എന്നെ കൊല്ലാൻ വന്നു. കല്ലേറ് പ്രതീക്ഷിച്ച് മണ്ണിൽ കമിഴ്ന്നു കിടന്ന എന്നെ ആ യേശു കൈപിടിച്ചു ഉയർത്തി. അതൊരു പുതിയ ജീവിതത്തിലേക്കായിരുന്നു ബറാബാസ്. ഓ കൊള്ളാം. എങ്ങനെയുണ്ട് പുതിയ ജീവിതം? നിന്റെ പരിഹാസം എനിക്ക് മനസ്സിലായി. നീ ഓർക്കുന്നുണ്ടോ നമ്മൾ ആദ്യമായി കണ്ടത്? മറ്റുള്ളവർ കണ്ട കണ്ണുകൾ കൊണ്ടല്ല അന്ന് നീ എന്നെ നോക്കിയത്. അന്നു മുതൽ ഇന്ന് വരെ നീ എന്നെ ഒരു നല്ല സുഹൃത്തായി കണ്ടു. ആ ഒരു സ്നേഹത്തിൽ പറയുകയാണ്, നീ നിന്റെ ഈ പോക്ക് മതിയാക്ക്. കൊള്ളയും കൊലയും കലാപവും ഇത് ശരിയല്ല ബറാബാസ്. കഴിഞ്ഞോ നിന്റെ ഉപദേശം? ഇല്ല. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷം, സമാധാനം, അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല ബറാബാസ്. ഒരു തവണ, ഒറ്റ തവണ നീ എന്നോടൊപ്പം യേശുവിനെ കാണണം. അപ്പോ നിനക്ക് മനസ്സിലാകും. യേശു അവൻ എന്താണ് പറയുന്നത്? ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കണമെന്നോ? ശത്രുക്കളെ സ്നേഹിക്കണമെന്നോ? അതൊന്നും എന്റെ വഴിയല്ല മറിയം. നീ സ്വരം കേട്ടോ? പണത്തിന്റെ, അധികാരത്തിന്റെ ശബ്ദം. ഇതാണ് എന്റെ ഹരം. ഒരു ദിവസം ഈ യൂദാ നഗരം എന്നെ നേതാവാക്കും. അന്ന് ഞാൻ നിന്റെ കൂടെ ആ നസ്രായനെ കാണാം. അപ്പോൾ നീ പറയണം ആരായിരുന്നു ശരിയെന്ന്. മഗ്ദലനക്കാരി മറിയം. ബറബാസ്, ബറബാസ്, കുറേയേറെ പട്ടാളക്കാർ ഇങ്ങോട്ട് വരുന്നു. നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അവർ ഏകദേശം എത്ര പേർ കാണും? ലാഞ്ചിനസ് ആണ് വരുന്നത്. കൂട്ടത്തിൽ ഒരു 50-നടുത്ത് പട്ടാളക്കാരും കാണും.
നീ പേടിക്കാതെ. അവർക്ക് എന്നെയല്ലേ വേണ്ടത്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഹമാൻ, എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ തടവറയിൽ കിടക്കുന്ന ഞാൻ കൂടുതൽ പ്രശ്നക്കാരനാണെന്ന് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ആര് തടസ്സം നിന്നാലും തീർത്തേക്കണം. നീ ഞങ്ങളുടെ നേതാവാണ്. ഞങ്ങൾ നിന്റെ ഒപ്പം വരും. അത് തടവറയിലേക്കാണെങ്കിലും മരണത്തിലേക്കാണെങ്കിലും. ഞാൻ പറയുന്നത് കേൾക്കൂ. ഇപ്പോൾ ഇതാണ് നല്ലത്. രണ്ടുപേരും അതുവഴി പോ. ബറാബാസ്, നീയും പോയി രക്ഷപ്പെട്. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നിങ്ങൾ അവരുടെ കൂടെ പോകൂ. ഇവർ പോകട്ടെ. ഇനി നിനക്ക് രക്ഷയില്ല ബറാബാസ്. പട്ടാളക്കാർ പുറത്തുമുണ്ട്. ഇവിടെ വെച്ച് നിന്നെ തകർക്കാൻ പറ്റാഞ്ഞിട്ടല്ല. പക്ഷേ എന്റെ ആൾക്കാരുടെ ചോരയ്ക്ക് പകരം ചോദിക്കേണ്ടത് അവിടെ കുരിശിൽ. ഈ നാട്ടുകാരുടെ മുമ്പിൽ നിന്നെ കെട്ടിത്തൂക്കിക്കൊണ്ടു വേണം. നീ ഈ നാട്ടുകാരെ കൊന്നും കൊള്ളയടിച്ചും കിട്ടിയതല്ലേ. ഇതിനി എന്റെ കയ്യിലിരിക്കട്ടെ. നീയോ? നീ ആ പുതിയ നേതാവ് നസ്രയന്റെ പുറകെ പോയി നന്നായെന്ന് കേട്ടു. ഇവനും നീയുമായി എന്താ ഇടപാട്? അതെന്തെങ്കിലും ആകട്ടെ. ഇനി നിനക്കിവനെ കാണണമെങ്കിൽ അങ്ങ് കുരിശിൽ കാണാം. അവസാനത്തെ കാഴ്ച. കൊണ്ടുപോവനെ. അവന്റെ ശിക്ഷ ഈ ജെറുസലേമിനൊരു പാഠമായിരിക്കണം. ഇവന്റെ ആൾക്കാരുടെ മുമ്പിൽ കൂടെ കൊണ്ടുപോയി കുരിശിൽ തൂക്കണം. അതിനുള്ള വഴി എനിക്കറിയാം. തൽക്കാലം തടവറയിൽ കിടക്കട്ടെ. എല്ലാം നമ്മളുടെ കൈവിട്ടു പോയി. ജെറുസലേം ദേവാലയത്തിലാ യേശു എന്തൊക്കെയാ കാണിച്ചത്. നമ്മുടെ ആൾക്കാരെ എല്ലാം അവൻ ഓടിച്ചു. ജനമെല്ലാം അവന്റെ കൂടെ. എത്ര നാളിങ്ങനെ പോകും? ആ ബറാബാസിനെ കൊണ്ടുള്ള ശല്യം 2 വർഷമായില്ല. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം. ഇതിനൊരു അവസാനം കണ്ടേ മതിയാകൂ. അതിനധിക കാലം വേണ്ട. ഇന്ന് രാത്രി അതോടെ തീരും അവന്റെ ശല്യം. നീ എന്താ പറയുന്നത്? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. യൂദാസ്, ഇവിടെ വാ. ഇവനാണ് അസ്രായന്റെ കൂട്ടത്തിലുള്ളതല്ലേ? അതെ, അവന്റെ കൂട്ടത്തിൽ ഒരുത്തനെ ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചില്ല. യൂദാ, നീ മിടുക്കനാണ്. നീ പറ നിന്റെ പദ്ധതി. നിങ്ങൾ ആദ്യം പറഞ്ഞ പണം താ, എന്നിട്ട് ബാക്കി കാര്യം. ഇതാ നിന്റെ പണം, 30 വെള്ളി. ഇനി പറ. ഇന്ന് രാത്രി ഞാൻ അവന്റെ കൂടെ പെസഹ ഭക്ഷിക്കാൻ പോകും. അത് കഴിഞ്ഞ് യേശു ഗത്സമേനി മലയിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അവിടെ അധികം ആൾക്കാരില്ല. ഏതിരുട്ടത്തും അവനെ എനിക്ക് തിരിച്ചറിയാം. ഭക്ഷണം കഴിഞ്ഞ് ഞാൻ ഇവിടെ വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. ഞങ്ങൾ കുറച്ചു മാറി നിൽക്കും. നീ പട്ടാളക്കാരെ കാണിച്ചു കൊടുത്താൽ മതി. ശരി, ഞാൻ അവനെ ചുംബിക്കാം. അതായിരിക്കും അവർക്കുള്ള അടയാളം. അവനെ പിടിച്ചിട്ട് എന്ത് കാര്യം? അത് നിങ്ങൾ എനിക്ക് വിട്ടുതരിക. കയ്യപ്പാസ് ആരാണെന്ന് എല്ലാവരും മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ. ഇവനാണോ നിങ്ങളുടെ രാജാവ്? ഇവനോ? ഇവൻ സീസറിന് കപ്പം കൊടുക്കരുതെന്ന് പറഞ്ഞവൻ, ഞങ്ങളുടെ ദേവാലയം തകർക്കുമെന്ന് പറഞ്ഞവൻ. ഇവൻ ഞങ്ങളുടെ രാജാവല്ല, സീസറാണ് ഞങ്ങളുടെ രാജാവ്. എന്റെ വിചാരണയിൽ ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഇവനെ ചമ്മട്ടി കൊണ്ടടിച്ച് ഞാൻ വിട്ടയക്കും. നിങ്ങൾ ഒരുത്തനെ ഇവിടെ കുരിശിൽ കൊല്ലാനിട്ടിട്ടുണ്ടല്ലോ, ആ ബറാബാസിനെ. അവനെ വിട്ടുതാ,
എന്നിട്ട് ഇവനെ കുരിശിൽ കയറ്റ്. ബറാബാസിനെ കൊണ്ടുവരൂ. നടക്ക്. നിങ്ങൾ യേശുവിനെ കുറിച്ച് പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് എനിക്കറിയാം. റോമിനെതിരെ കലാപം അഴിച്ചുവിട്ടതിനും കൊലപാതകത്തിനും കുരിശിൽ തൂക്കാൻ ദിവസം നോക്കിയിരിക്കുന്ന ഇവനെ എനിക്ക് വിട്ടുതരാൻ പറ്റില്ല. സീസറിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി പറയട്ടെ, ഇന്ന് ഞങ്ങളുടെ തിരുനാളാണ്. ഞങ്ങൾ തീരുമാനിക്കുന്നയാളെ സീസർ വിട്ടുതരുന്ന പതിവുണ്ട്. ആ അവകാശം ഉപയോഗിച്ച് പറയുന്നു, ബറാബാസിനെ വിട്ടുതരുക, യേശുവിനെ കുരിശിലേറ്റുക. നിങ്ങൾ എന്തു പറയുന്നു? അവനെ വിട്. പക്ഷെ എനിക്ക് ഈ നീതിമാന്റെ രക്തത്തിൽ പങ്കില്ല. നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്? ആ ജനം മൊത്തം എന്നെ നേതാവാക്കിയത് നീ കണ്ടതല്ലേ? അവർ എന്നെ വിടാൻ ആർപ്പ് വിളിച്ചത് നീ കേട്ടതല്ലേ? പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത നിന്റെ നസ്രായനെ ഞാൻ ഇങ്ങനെ കാണാൻ ഇടവരുമെന്ന് കരുതിയില്ല. കൂട്ടത്തിൽ നിന്നവൻ ഒറ്റിയതാണല്ലേ? അതുപോട്ടെ, എന്തായാലും ആ ജനം പറഞ്ഞതുപോലെ ഇനി ഈ ഞാനാണ് ഇവിടുത്തെ നേതാവ്. നിർത്ത് നിന്റെ വീമ്പ് പറച്ചിൽ. നിനക്ക് വച്ചിരുന്ന കുരിശിൽ മരിച്ചവന്റെ ഔദാര്യമാണ് നിന്റെ ഓരോ ശ്വാസവും. നീ മറ്റുള്ളവരുടെ ജീവൻ എടുക്കുമ്പോൾ അവൻ മരിച്ചവരെ ഉയർപ്പിച്ചു. എത്രയോ രോഗികളെ സുഖപ്പെടുത്തി. നന്മയുടെ വഴി കാണിച്ചു, എന്നെ ഉൾപ്പെടെ. അവൻ കഴിഞ്ഞേ ഇന്ന് എനിക്ക് ഈ ലോകത്താരുമുള്ളൂ. നീ എന്താ ചെയ്യുന്നത്? കൊള്ളയും കൊലയുമായി നടക്കുന്ന നിനക്ക് ആരോട് സ്നേഹം? നിനക്ക് പണം വേണം, അധികാരം വേണം. യേശു അവനെ കുരിശിലേറ്റാൻ എന്ത് തെറ്റാ അവൻ ചെയ്തത്? ചോരയിൽ പൊതിഞ്ഞ മകന്റെ ശരീരം കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്ന അവന്റെ അമ്മയുടെ കണ്ണുനീരിന് നിനക്കൊരു വിലയും കാണില്ല. പക്ഷേ എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റിയില്ല. എന്നിട്ട് വീമ്പ് പറയുന്നു. നേതാവാണ് പോലും, നേതാവ്. മറിയം, നിർത്തൂ. നിനക്കറിയാമോ പീലാത്തോസിന്റെ അരമനയിൽ നിന്ന് ഞാൻ എങ്ങോട്ടാണ് പോയതെന്ന്? ഞാനും നിങ്ങളറിയാതെ അവന്റെ പുറകെ ഉണ്ടായിരുന്നു. അവനെ അടിച്ച ഓരോ അടിയും എന്റെ നെഞ്ചു പിളർക്കുകയായിരുന്നു. കയ്യപ്പാസിന്റെ പണം വാങ്ങി എന്നെ നേതാവാക്കി രക്ഷിച്ച ആ ജനം എന്റെ ഒപ്പമല്ല എന്ന് എനിക്കറിയാം. പിന്നെ എന്റെ കൂട്ടുകാരുടെ അടുത്തുപോയി പഴയതുപോലെ അവരുടെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് പറ്റിയില്ല. അവിടെയും ഞാൻ ആരുമല്ല എന്നെനിക്ക് തോന്നി. എന്തോ എന്റെ മനസ്സ് അസ്വസ്ഥമാണ് മറിയം. എത്ര ശ്രമിച്ചിട്ടും ആ നസ്രായന്റെ മുഖം മായുന്നേയില്ല. എനിക്ക് തെറ്റിപ്പോയി.
മറിയം, എനിക്ക് തെറ്റിപ്പോയി. നിന്റെ വഴി പാപത്തിന്റെ വഴിയാണ് ബറാബാസ്. ഇപ്പോഴെങ്കിലും നീ മനസ്സിലാക്കൂ. അതേ മറിയം, പണത്തോടുള്ള ആർത്തിയും അധികാരമോഹവുമായിരുന്നു എന്റെ മനസ്സ് മുഴുവൻ. യേശുവിന്റെ അന്നത്തെ ആ നോട്ടം അതെന്നെ ഒന്നുമല്ലാത്തവനാക്കി. മുള്ളു നിറഞ്ഞ ചാട്ടവാർ അവന്റെ ദേഹത്തെ മാംസം കൊത്തിപ്പറിക്കുമ്പോഴും ശാന്തമായ അവന്റെ മുഖം വിറയ്ക്കുന്ന കൈകളോടെ എന്റെ കുരിശുമെടുത്ത് അവൻ പോകുന്നത് കണ്ടപ്പോൾ ഞാൻ സ്വയം ഇല്ലാതായിപ്പോയി. മറിയം, തെറ്റിപ്പോയി. എനിക്ക് യേശുവിനെ ഒന്ന് കാണണം, മാപ്പ് പറയണം. അവൻ എന്നോട് ക്ഷമിക്കുമോ? എന്നോട് ക്ഷമിക്കൂ ബറാബാസ്. ഞാൻ മനസ്സിന്റെ സങ്കടം കൊണ്ട് ആദ്യം ഓരോന്ന് പറഞ്ഞുപോയി. യേശു അവൻ എപ്പോഴേ നിന്നോട് ക്ഷമിച്ചിട്ടുണ്ടായിരിക്കും. നീ സങ്കടപ്പെടണ്ട. ആ പഴയ വഴികളൊക്കെ ഉപേക്ഷിക്കൂ. ആ, ഒരിക്കൽ അവൻ പറഞ്ഞിട്ടുണ്ട്, 3-ാം ദിവസം ഉയർക്കുമെന്ന്. എനിക്ക് അവന്റെ കാലിൽ വീണ് മാപ്പ് പറയണം. നീ അവന്റെ അരികിൽ എന്നെ ഒന്ന് കൊണ്ടുപോകാമോ? ഇന്ന് ശനിയാഴ്ചയല്ലേ? വെളുപ്പിനെ ഞാൻ കല്ലറയിൽ പോകും. എന്നിട്ട് യേശുവിന്റെ അമ്മയുടെ അരികിൽ പോകും. ഇപ്പോൾ ഞാൻ പോട്ടെ. ക്രൂശുമായി നീ പോയ വഴി ഭീരുവായി ഞാൻ നിന്നു ദൂരെ. നീ എന്നെ നോക്കിയ നോട്ടം നെഞ്ചിൽ തീയിടുന്ന നോട്ടം എന്നായുസിൻ ആദ്യാവസാനം അളന്നിടും തീക്ഷ്ണമാം നോട്ടം ആത്മാവു നീറ്റും നോട്ടം. ഞാൻ ഓർക്കുകയായിരുന്നു, 2 വർഷങ്ങൾക്ക് ശേഷം ബറാബാസ് തിരിച്ചു വന്നപ്പോൾ നമ്മൾക്കെന്ത് സന്തോഷമായിരുന്നു. പക്ഷേ ഞാൻ ആ കത്തി അവന്റെ കയ്യിൽ കൊടുത്തപ്പോൾ നീ കണ്ടതല്ലേ? അതവൻ വലിച്ചെറിഞ്ഞു. എന്നിട്ട് അത് ഉപേക്ഷിക്കാൻ നമ്മളോട് പറയുന്നു. അവനാകെ മാറി. ഇനി അവൻ നമ്മുടെ കൂടെ വരുമെന്ന് തോന്നുന്നില്ല. നീ പറഞ്ഞത് ശരിയാണ്. ഇനി അവൻ നമുക്കൊരു തടസ്സം തന്നെയാണ്. അപ്പോൾ എന്തു ചെയ്യും? നീ ഓർക്കുന്നുണ്ടോ ഈ കത്തി എന്റെ കയ്യിൽ തന്ന് അന്നവൻ പറഞ്ഞത്? നമ്മുടെ വഴിയിലുള്ള എന്ത് തടസ്സവും തീർത്തു പോരണം, അതെത്ര അടുത്ത ആളായാലും. നീ പറഞ്ഞു വരുന്നത് അത് വേണോ? വേണം. ആ നസ്രായന്റെ ശല്യം കഴിഞ്ഞു. ഇന്നത്തെ ബറാബാസ് നമുക്കൊരു തടസ്സം തന്നെയാണ്. അവനെ തീർത്തു കളയണം. പിന്നെ ഞാനും നീയുമാണ് ഇനി ഇവരുടെ നേതാവ്. നീ ശരിക്കും ആലോചിച്ച് തന്നെയാണോ ഈ പറയുന്നത്? ജനം എതിര് നിൽക്കുമോ? ജനം കഴിഞ്ഞ ഞായറാഴ്ച ആ നസ്രായനെ രാജാവാക്കി. ഒരാഴ്ച കഴിയുന്നതിന് മുൻപ് അവനെ കൊല്ലാൻ ആർപ്പ് വിളിച്ചു. ആ ജനത്തിന്റെ കാര്യമാണോ നീ പറയുന്നത്? ഇന്ന് ശനിയാഴ്ച. നാളെ രാവിലെ ബറാബാസ് വീട്ടിൽ കാണും. അവനോടൊന്നുകൂടി സംസാരിക്കാം. ശരി ശരി. നിങ്ങൾ വന്നത് നന്നായി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് തെറ്റുപറ്റിപ്പോയി. നമ്മുടെ വഴി ശരിയല്ല. കൂടെ ഉണ്ടെന്ന് പറയുന്നവർ അവരുടെ കാര്യം കാണാൻ മാത്രം നമ്മളെ ഉപയോഗിക്കും. അതെ, എനിക്കത് 2 ദിവസം മുമ്പ് മനസ്സിലായി. കയ്യപ്പാസും ആ ജനങ്ങളും ശരിക്കും സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ ഒരു സ്വരം ആ നസ്രായനിൽ നിന്നാണ് ഞാൻ കേട്ടത്.
അവൻ അന്ന് എന്നെ നോക്കിയതുപോലെ ഇതുവരെ ആരും എന്നെ സ്നേഹത്തോടെ നോക്കിയിട്ടില്ല. പലരുടെയും ജീവൻ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ അവൻ മാത്രം എനിക്ക് വേണ്ടി അവന്റെ ജീവിതം കൊടുത്തു. ബറാബാസ്, നീയാണ് ഞങ്ങളുടെ നേതാവ് ഇപ്പോഴും. ഹാമാൻ, ഇന്നെന്റെ നേതാവ് മരിച്ചുപോയ ആ നസ്രായനാണ്. നിങ്ങളും അവനെ നേതാവാക്കൂ. ഒരപേക്ഷയാണ്. ഞങ്ങളുടെ നേതാവ് നീയായിരുന്നു ബറാബാസ്. നീ മരിച്ചു. എന്നോട് ക്ഷമിക്കൂ ബറാബാസ്. വേറെ വഴിയില്ല ബറാബാസ്. അത് മറിയമാണ്. നിങ്ങൾ ഇവിടെ നിന്ന് പോകൂ. അവൾ അറിയണ്ട ഇത് ചെയ്തത് നിങ്ങളാണെന്ന്. ബറാബാസ്, നിനക്ക് യേശുവിനെ കാണണ്ടേ? അവനോട് മാപ്പ് പറയണ്ടേ? അവൻ ഉയർത്തെഴുന്നേറ്റു. ഞാൻ അവനെ കണ്ടു. മറിയം, ബറാബാസ്, അയ്യോ മറിയം, ആരാ ഇത് ചെയ്തത്? മറിയം, അയ്യോ, മറിയം, അയ്യോ. എനിക്കവനെ ഒന്ന് കാണാൻ പറ്റും. ഒന്ന് പിടിക്കും മറിയം. ഞാൻ വരുന്നു. ബറാബാസ്.